A very good morning, dear students. Today we will see next topic, disorders of carbohydrate metabolism. We have to see two metabolic disorders. They are diabetes mellitus and glycogen storage diseases. First we will see diabetes mellitus. See, diabetes mellitus is a metabolic disorder caused by the impaired carbohydrate metabolism. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ ഡിസോർഡർ കൊണ്ട് വരുന്ന ഡിസീസാണ് ഡയബറ്റീസ് മെലിറ്റസ്. മെയിൻലി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഇൻസുലിൻ സെക്രീഷൻ ഓർ ഡ്യൂ ടു ദ ഡിക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ടിഷ്യൂസ് ടു ഇൻസുലിൻ. അതായത് ഇത് സംഭവിക്കുന്ന മെയിൻലി രണ്ട് റീസൺസാണ്. ഒന്ന്, ഇൻസുലിൻ സെക്രീഷൻ കുറയുകയോ അല്ലെങ്കിൽ ടിഷ്യൂസിന് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നതോ ആയിരിക്കാം ഇതിൻ്റെ മെയിൻ റീസൺസ്. ഓക്കെ, സോ ഡയബറ്റീസ് മെലിറ്റസ് ഈസ് എ മെറ്റബോളിക് ഡിസീസ് കോസ്ഡ് ബൈ ദ impaired carbohydrate metabolism. It happens mainly due to lack of insulin secretion or the decreased sensitivity of the tissues to insulin. Now coming to the classification, it is classified into two. They are type 1 diabetes mellitus and type 2 diabetes mellitus. Type 1 diabetes mellitus is otherwise known as insulin dependent diabetes mellitus, and type 2 is known as non-insulin dependent diabetes mellitus. So insulin dependent diabetes mellitus and non-insulin dependent diabetes mellitus, that is type 2. Now we will see type 1 diabetes mellitus. See, type 1 diabetes mellitus also known as juvenile onset diabetes. It is insulin dependent diabetes mellitus. See, the main cause for the type 1 diabetes mellitus is the lack of insulin secretion due to the destruction of pancreatic beta cells. Pancreatic beta cells-ന്റെ ഡിസ്ട്രക്ഷൻ മൂലം ഈ ഇൻസുലിൻ സെക്രീഷൻ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ്. ഈ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ് 3 തരത്തിലാണ് ഡിസ്ട്രക്ഷൻ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഒന്ന്, വൈറൽ ഇൻഫെക്ഷൻ ഓർ ആട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ hereditary tendency for beta cell degeneration. So type 1 diabetes mellitus caused by lack of insulin secretion due to the destruction of pancreatic beta cells. See, pancreatic beta cells are destructed either due to viral infection or due to autoimmune disorders or due to hereditary tendency of beta cell degeneration. Okay, then onset of this type 1 diabetes mellitus. The usual onset of type 1 diabetes mellitus occurs about 14 years of age, at around 14 years of age, and for this reason it is called juvenile diabetes mellitus. See, 14 വയസ്സ്, ഏകദേശം 14 വയസ്സിൽ ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ജുവനൈൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. Okay, the main symptoms for type 1 diabetes mellitus are polyuria. Polyuria means the frequent urination. Frequent urination ആണ് polyuria എന്ന് പറയുന്നത്. Or polydipsia. Polydipsia means excessive thirst. Polyphagia, that is excessive hunger. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ്: പോളിയൂറിയ, പോളിഡിപ്സിയ ആൻഡ് പോളിഫാജിയ. പോളിയൂറിയ മീൻസ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, പോളിഡിപ്സിയ മീൻസ് എക്സസീവ് തേഴ്സ്റ്റ്, പോളിഫാജിയ മീൻസ് എക്സസീവ് ഹങ്കർ. നോർമലി ഈ പേഷ്യൻസ് ഒന്നും ഒബീസ് ആയിരിക്കില്ല, തടിയുള്ളവരായിരിക്കില്ല. മാത്രമല്ല ഇവർക്ക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ, കോംപ്ലിക്കേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഹിസ്റ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ കീറ്റോൺ ബോഡീസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നത്. നോർമലി അസറ്റോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്ന കീറ്റോൺസ് ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്നൊരു
ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസിൻ്റെ സിംറ്റംസ്. പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫാജിയ ആൻഡ് കീറ്റോഅസിഡോസിസ്. ഇതാണ് ഇതിൻ്റെ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ സിംറ്റംസ്. ദെൻ കമ്മിങ് ടു ദ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്, ദാറ്റ് ഈസ് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ്. ദെൻ മെയിൻ കോസ് ഈസ് ദ ഡിക്രീസ്ഡ് സെൻസിറ്റിവിറ്റി. അതായത് ടിഷ്യൂസിന് ഇൻസുലിന് സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ട് മൂലമുണ്ടാകുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്. ഇത് നോർമലി ഒരു 40 years ഓഫ് ഏജിന് ശേഷമാണിത് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ അത് ഗ്രാജുവലി അത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിനെ അഡൽട്ട് ഓൺസെറ്റ് ഡയബറ്റീസ് എന്നും പറയും. ദ ഓൺസെറ്റ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കേഴ്സ് ആഫ്റ്റർ ദ ഏജ് 40 ആൻഡ് therefore this disorder also known as adult onset diabetes. ഇപ്പം നമ്മൾ പറഞ്ഞു ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് സെൻസിറ്റിവിറ്റി എന്നുള്ളതാണ്. ഡിക്രീസ്ഡ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ദ റെഡ്യൂസ്ഡ് സെൻസിറ്റിവിറ്റി ഓഫ് ഇൻസുലിൻ ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് ഇൻസുലിനോടുള്ള റെഡ്യൂസ്ഡ് സെൻസിറ്റിവിറ്റിക്ക് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് നോർമലി പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. ഈ പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫാജിയ എല്ലാം ഇത് ഉണ്ടായിരിക്കും. പക്ഷേ നോർമലി കീറ്റോഅസിഡോസിസ് ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചിരിക്കുക. പിന്നെ ഇതിലെ വേറെ കുറേ കാര്യങ്ങൾ അറിയാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ 1-2 ടേംസ് അറിയണം. അത് ഗ്ലൈക്കോസ്യൂരിയ എന്ന് പറയുന്ന ഒരു ഇതാണ്. ഗ്ലൈക്കോസ്യൂരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനിൽ കൂടെ ഗ്ലൂക്കോസ് എലിമിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്ലൈക്കോസ്യൂരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പോളിയൂറിയ. പോളിയൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സസീവ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ. ദെൻ പോളിഡിപ്സിയ, എക്സസീവ് ടേസ്റ്റ്. പിന്നെ ഇങ്ങനെ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് മസിൽ വേസ്റ്റിംഗ് ആൻഡ് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മസിൽ വേസ്റ്റിംഗ് ആൻഡ് വെയിറ്റ് ലോസ് ഡ്യൂ ടു ദ സ്റ്റിമുലേഷൻ ഓഫ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ടു പ്രൊവൈഡ് അമിനോ ആസിഡ്സ് ഫോർ ഗ്ലൂക്കോനിയോജനസിസ്. അപ്പം അങ്ങനെ മസിൽ വേസ്റ്റിങ്ങും വെയിറ്റ് ലോസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കീറ്റോഅസിഡോസിസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഡയബറ്റീസ് മെലിറ്റസിനെ കുറിച്ച് കുറച്ച് അറിയാനുള്ളത്. മാക്സിമം ഒരു ഇത് ചിലപ്പോൾ നിങ്ങൾ അനാട്ടമി ഫിസിയോളജിയിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചിലപ്പോൾ അനാട്ടമി ഫിസിയോളജിയിൽ അല്ലെങ്കിൽ അടുത്ത ഇയറിൽ നിങ്ങളിത് വളരെ ഡീപ്പായിട്ട് പഠിക്കും. അപ്പോൾ നമുക്കിതിൽ ഒരു ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഡയബറ്റീസ് മെലിറ്റസ് എന്താണെന്ന്. 5 മാർക്കിനൊരു ക്വസ്റ്റ്യൻ വരും ഡയബറ്റീസ് മെലിറ്റസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കോസ്, അതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ ഓൺസെറ്റ്, ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. ജനറലി ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഗ്ലൈക്കോസൂരിയ എന്താണ്, പോളിയൂറിയ എന്താണ്, പോളിഡിപ്സിയ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം ജസ്റ്റ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് ഞാൻ അടുത്ത വീഡിയോയിലിടാം.